എത്ര വട്ടം കേട്ടാലും എഗെയിൻ ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് ലോങ് ആരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ ചിലപ്പം ഓരോ ആൾക്കാർ വരും, അവർ ചിലപ്പോൾ അടുത്ത ദിവസം പോവും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വേറൊരാളെ ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടും. അതിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ വിചാരിക്കും ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനത് എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്നെ അതൊന്ന് പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ബൈ ദ വേ ഞാൻ എഗെയിൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്, ഒരു ബ്രാൻഡ് പ്രൊമോഷൻ്റെ. അപ്പോൾ നാട്ടിലേക്ക് പോയി ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു ഇറച്ചിച്ചോറ് കഴിച്ചു. ആക്ച്വലി എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്ന് ആ വിശപ്പ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫുഡ് കിട്ടിയത്. സോ എനിക്കങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. നല്ല ചിക്കൻ 65 ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. അത് പകുതി വഴിക്ക് വെച്ച് ഞാൻ നിർത്തി. പിന്നെ ഇത്തിരി ചീസ് കേക്ക് കഴിച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിലും ഭയങ്കര തിക്കും തിരക്കുള്ള ഒറ്റ ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് വീട്ടുകാരുടെ കൂടെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഈവനിങ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ നിറച്ചതും പിന്നെ കട്ട്ലേറ്റും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഈ ഒരു ബീച്ച് കഫേയിൽ പോയി. ഈറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന നല്ല കഫേയാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസും ഫുഡാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളാരെങ്കിലും കോഴിക്കോട് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി കഫേയാണ്, നല്ല എസ്തറ്റിക് കഫേയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ ലൈഫിലോട്ട് ഇങ്ങനെ ആരെങ്കിലും ഇടിച്ചു കയറി വന്നിട്ട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇവർ നമ്മളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു തെണ്ടി നമ്മളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവില്ല. സോ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് വേണ്ടിയിട്ട് അങ്ങ് ജീവിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.